പിതാനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവായ ആകാശത്തിന്റെ ഭൂമിയുടെ സൃഷ്ടാവായ ദൈവത്തിനെ വിശ്വസിക്കുന്നു. അവിടുത്തെ പുത്രൻ ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായെ വിശ്വസിക്കുന്നു. ഈ പുത്രനും പരിശുദ്ധാത്മാവിനും ഗർഭസ്ഥ കന്യകാമറിയത്തിൽ പിറന്നു. പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്തെ പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളം കൊണ്ടിറങ്ങി. മരിച്ചവരുടെ മൂന്നാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന അവിടുന്ന് ജീവിക്കുന്നവരെ മരിച്ചവരെയും വിധിക്കുന്നവരും പുസ്തകത്തിലേക്ക് സകലം പുണ്യാമലായിരിക്കും. പാപങ്ങൾ മോചനത്തിൽ ശരീരത്തിന്റെ നിത്യമായ ജീവിതത്തിന്റെ വിശ്വസിക്കാമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം വാഴ്ത്തപ്പെടണം. ഞങ്ങളുടെ രാജ്യം അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിൽ പോലെ ഭൂമിയിലുമാണ്. അന്നു വേണ്ടുന്നവരെ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങൾ തെറ്റും ഞങ്ങളോട് ക്ഷമിക്കുന്നത്. ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ കർത്താവ് ഞങ്ങളോട് സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാണ്. ഞങ്ങളുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണെന്ന് പരിശുദ്ധ തമ്പുരാന്റെ പാപികളെ ഞങ്ങൾക്കുണ്ട് ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് 16 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. കന്മഴയും മഞ്ഞയും അങ്ങയുടെ ശിക്ഷയിൽ നിന്ന് ഓടി ഒളിക്കാൻ ആർക്കും സാധിക്കില്ല. അങ്ങേ അറിയാൻ കൂട്ടാക്കാത്ത ധിക്കാരികൾ അങ്ങയുടെ ശക്തമായ പ്രഹരമേറ്റു. അവരെ അത് വിട്ട് ഹിമപാതവും കൊടുങ്കാറ്റും പിന്തുടർന്ന് അഗ്നി അവരെ നശിപ്പിക്കുകയും ചെയ്തു. എത്ര അവിശ്വസനീയം! എല്ലാറ്റിനെയും ശമിപ്പിക്കുന്ന ജലത്തിൽ അഗ്നി കൂടുതൽ ശക്തിയോടെ ജ്വലിച്ചു. പ്രപഞ്ച നീതിമാന്മാർക്കു വേണ്ടി പോരാടുമല്ലോ. അധർമ്മികൾക്കെതിരെ ഐക്യപ്പെട്ട ജീവികൾ നശിക്കാതിരിക്കാനും ഇത് കണ്ട് ഞങ്ങളെ ദൈവത്തിൻ്റെ ശിക്ഷാവിധി പിന്തുടരുകയാണെന്ന് അവർ മനസ്സിലാക്കുന്നു. വേണ്ടി ഒരു ഘട്ടത്തിൽ അഗ്നി അടങ്ങി. ദൈവവചനമെന്ന് നാം കേട്ടത്.